ഹലോ എല്ലാ കൂട്ടുകാർക്കും ഫിലിമിടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വന്നിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ +2 റിസൾട്ട് മറ്റന്നാൾ വരാൻ പോവുകയാണ്. അപ്പോൾ അതിനെന്തെങ്കിലും മാറ്റമുണ്ടോ, ഇതിനെപ്പറ്റിയുള്ള ലേറ്റസ്റ്റ് റിപ്പോർട്ടാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാം. ഈ ആപ്ലിക്കേഷൻ വെച്ച് നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് മറ്റേത് സൈറ്റുകളെക്കാളും ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ് റിസൾട്ട് വരുന്ന ടൈമിൽ. അപ്പോൾ ഇതിനുവേണ്ടി ഞാൻ തന്നിരിക്കുന്ന ലിങ്കിൽ കയറിയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ പ്ലേ സ്റ്റോർ കയറി സെർച്ച് ചെയ്താലും മതി കേരള ബോർഡ് റിസൾട്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ വരും. എന്നിട്ട് ഈ ആപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു കാര്യം ഇവിടെ കാണിക്കും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെർച്ച് കൊടുക്കുക, സെർച്ച് ബോർഡ് എന്ന് പറഞ്ഞ് കൊടുക്കുക. അപ്പോൾ അവിടെ നിങ്ങൾ കൊടുക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കേരള ബോർഡ് എന്ന് കൊടുക്കുക. കേരള ബോർഡ് എന്ന് കൊടുക്കുമ്പോഴത്തേക്കും 10ൻ്റെ റിസൾട്ടും +2ൻ്റെ റിസൾട്ടും ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അപ്പോൾ നിങ്ങൾ ഏതാണോ പഠിക്കുന്നത് അത് നിങ്ങൾ കൊടുക്കുക. അത് കൊടുത്തതിന് ശേഷം വേറെ നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. റിസൾട്ട് എന്ന് അവിടെ കിടക്കും. അത് കൊടുക്കുമ്പോഴത്തേക്കും ചെക്ക് റിസൾട്ട് എന്ന് പറഞ്ഞ സാധനം വരും. അപ്പോൾ നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇപ്പോൾ നമ്മുടെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ റിസൾട്ട് വരുമോ ഇല്ലേ എന്നുള്ളൊരു ചോദ്യം അവിടെ വരുന്നുണ്ട്. അപ്പോൾ റിസൾട്ട് വരുമോ ഇല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിപ്പോർട്ടുകൾ പറഞ്ഞു കഴിഞ്ഞാൽ വരും, ഈ പറഞ്ഞ ഡേറ്റിൽ വരും എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതിനെന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ മാറ്റമൊന്നുമില്ല. ഇനി മാറുമോ എന്ന് എനിക്കറിയത്തില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. ഇതിനോടനുബന്ധിച്ച് തന്നെ കുറച്ച് റിപ്പോർട്ടുകളും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് എന്താണ് സംസാരിക്കും. വിജയശതമാനം കഴിഞ്ഞ വർഷങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ ഇപ്രാവശ്യം കൂടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എന്നാൽ വളരെ കുറച്ച് റിപ്പോർട്ടുകൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയശതമാനം കുറയാനും സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്. അത് അത്ര അക്യുറേറ്റ് ആയിട്ടുള്ള റിപ്പോർട്ടല്ല. ഈ ഉയരും എന്ന് പറയുന്ന റിപ്പോർട്ടുകളെല്ലാം കുറച്ച് അക്യുറേറ്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകളാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് അത് വിശ്വസിക്കാനാണ് എനിക്ക് താല്പര്യം. അപ്പോൾ നിങ്ങളുടെ കാര്യം എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങളും അത് തന്നെ വിശ്വസിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറെക്കുറെ റിപ്പോർട്ടുകളും പറയുന്നത് ഉയരാനാണ് സാധ്യത എന്നാണ്. ഇപ്രാവശ്യത്തെ റിസൾട്ട് വരുമ്പോൾ റിസൾട്ട് നമുക്ക് കിട്ടാനായിട്ട് വൈകും എന്ന് പറയുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വിദ്യാർത്ഥികൾ ഒരുമിച്ച് ആ സൈറ്റിനകത്തോട്ട് കയറുമ്പോഴത്തേക്കും വൈകും എന്ന് പറയുന്നത്. ഞാൻ ഒരു ട്രിക്ക് പറഞ്ഞുതരാം നിങ്ങൾക്ക്. നിങ്ങൾ എന്തെങ്കിലും സൈറ്റിനകത്തോട്ട് കയറുകയാണെങ്കിലും, ഞാൻ പറഞ്ഞ ആപ്ലിക്കേഷനിലോട്ട് കയറണമെങ്കിൽ വിഷയമൊന്നും വരില്ല. ഈ പറയുന്ന സൈറ്റുകളിലോട്ട് നിങ്ങൾ കയറാൻ നോക്കുകയാണെങ്കിൽ, നിങ്ങൾ ഫോണൊക്കെ വെച്ച് യൂസ് ചെയ്താണ് കയറുന്നതെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ ഈ ക്രോം യൂസ് ചെയ്താണ് നിങ്ങൾ റിസൾട്ട് നോക്കാൻ പോകുന്നതെങ്കിൽ സൈഡിലാണെങ്കിൽ 3 ഡോട്ട് കാണും. അവിടെ പോകുമ്പോഴത്തേക്കും ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്ന് പറയുന്ന സാധനം വരും. അതൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ കൂടെ ഒരു ഫാസ്റ്റായിട്ടും അക്യുറേറ്റായിട്ട് റിസൾട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ചെയ്തിട്ടുള്ളൊരു വഴിയാണ്, അതുകൊണ്ടാണ് ഞാൻ അതങ്ങനെ പറഞ്ഞത്. അപ്പോൾ ടീച്ചേഴ്സ് എല്ലാം ഭയങ്കര ഇതായിട്ട് ഇരിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ റിസൾട്ട് എന്തായിരിക്കും, കാരണം അവർ വാല്യൂഷൻ നടത്തിയതുകൊണ്ടിട്ട് റിസൾട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളൊരു കാര്യത്തിൽ അവർ ഭയങ്കര ഇതിലാണ്. അപ്പോൾ എത്ര % ഉണ്ടാവും എന്നുള്ള കാര്യത്തിലായിരിക്കും അവരിങ്ങനെ ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞൊരു കാര്യമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് ലേറ്റസ്റ്റ് റിപ്പോർട്ടായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നിങ്ങളൊന്നും പേടിച്ചിരിക്കേണ്ട ആവശ്യമൊന്നും, കുറേ കൂട്ടുകാർ പറയുന്നുണ്ട് പേടിയാണ് മറ്റേതാണ് മറിച്ചാണെന്നും. പക്ഷേ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. അത്ര എനിക്ക് പറയാവുള്ളൂ. നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, നിങ്ങളവിടെ സമാധാനമായിട്ട് സന്തോഷമായിട്ടിരിക്കുക. അത്ര എനിക്ക് പറയാവുള്ളൂ. നല്ല റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ചെറിയ ഇൻഫർമേഷനാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ 5000 സബ്സ്ക്രൈബേഴ്സ് ആവുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് കാണുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അവർ കാണുന്നു പോകുന്നു, അത്രയേ ഉള്ളൂ. നിങ്ങളൊന്ന് ചെറുതായിട്ട് സബ്സ്ക്രൈബ് ചെയ്താൽ എനിക്കൊരു സന്തോഷമാവും, നിങ്ങൾക്കൊരു സന്തോഷം. പിന്നെ ഷെയർ ചെയ്യുക ഒരിക്കലും മറക്കരുത്. കാരണം നിങ്ങളെ കൂട്ടുകാർ അവിടെ ഒന്നും അറിഞ്ഞിടാതിരിക്കുന്നുണ്ടാവും, അവനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ഞാൻ അടുത്ത് എത്തുന്നതായിരിക്കും. അതുവരേക്കും